മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പഴന്ന പഞ്ചായത്തിലെ നടക്കാവ് തടിയൻകോവലിൽ ഇത് 4ാം വർഷമാണ് ശുചിത്വ പുരസ്കാരം നൽകുന്നത്. മികച്ച രീതിയിൽ ശുചിത്വം പരിപാലിച്ച വീടിന്റെ ഗൃഹനാഥയ്ക്കാണ് പുരസ്കാരം. വീടും പരിസരവും ശുചിയാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നതിനായാണ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വേറിട്ട ഈ പരിപാടി ആവിഷ്കരിച്ചത്. വീടും പരിസരവും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് കഴിഞ്ഞ 2 ആഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ശുചിത്വത്തിലൂടെ ഏറ്റവും മികച്ച വീടുകളെ കണ്ടെത്തുകയും ഗൃഹനാഥയ്ക്ക് ശുചിത്വ പുരസ്കാരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. മാലിന്യ സംസ്കരണം, കൊതുകുറവിട നശീകരണം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. വാർഡ് ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ആരോഗ്യ വളണ്ടിയർമാർ എന്നിവർ ചേർന്ന് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധനകൾ നടത്തുക. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘം ഇവർക്ക് നേതൃത്വം നൽകും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ, ഗുഡ് മോർണിംഗ്. ഈ ശുചിത്വത്തിനൊക്കെ സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് അതൊരു നല്ല തുടക്കമാണ് എന്ന് വേണം പറയാൻ. കാരണം മറ്റു പല രാജ്യങ്ങളിലും നമ്മുടെ വീടും പരിസരവും എങ്ങനെ സംരക്ഷിക്കണം എന്ന് കൃത്യമായ ചിട്ടവട്ടങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു കടുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ വലിയ നടപടി തന്നെ എടുക്കുന്ന രാജ്യങ്ങളാണ് പലതും. ആ രാജ്യങ്ങൾ അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഇത്തരത്തിൽ നമ്മൾ വളരെ അലക്ഷ്യമായി നമ്മുടെ വീടും പറമ്പും ഒക്കെ സൂക്ഷിക്കുക. അപ്പോൾ അക്കാര്യത്തിൽ എന്തായാലും മാസ്റ്ററുടെ ഈ തീരുമാനം അതൊരു നല്ല തുടക്കമാണ്, മികച്ച തുടക്കം. മഴക്കാലം എന്ന് പറയുന്നത് ഒട്ടേറെ രോഗജന്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലോ. നമുക്കറിയാം, ജലജന്യമായിട്ടുള്ള പല രോഗങ്ങൾ, അത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ തന്നെ ഒരു കാലത്ത് ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങളൊക്കെ കേരളത്തിൽ ആകെ പടർന്നു പിടിച്ചത് മഴക്കാലത്തായിരുന്നു. ഇപ്പോൾ അതിന് സമാനമായിട്ടുള്ള മറ്റു പല രോഗങ്ങളും, മലമ്പനി അടക്കമുള്ള ഏറെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ മഴക്കാലത്ത് പടരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സത്യം പറഞ്ഞാൽ വൃത്തിയില്ലായ്മയാണ്. നമ്മുടെ പ്രദേശത്തൊക്കെ തന്നെ വൃത്തിയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ കൊതുകുകൾ വരുന്നു. അവ മുട്ടയിട്ട് പിന്നീട് കൂത്താടികളുണ്ടായി അതിൽ നിന്ന് പുതിയൊരു തലമുറ കൊതുകുകളുണ്ടായിട്ട് നമ്മളെ ആക്രമിച്ചിട്ടാണ് കൂടുതൽ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ നല്ല ജലം ഉപയോഗിക്കാത്ത അവസ്ഥകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് കുഞ്ഞികൃഷ്ണൻ മാഷ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. സാധാരണ എല്ലായിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾക്ക്, ഡ്രൈ ഡേ ആചരണങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകാറുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു ആശയവുമായി മുന്നോട്ടേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്, നടാടെയാണെന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ളിടത്തൊക്കെ ഇതൊരു പ്രഹസനമായി പോകുന്നുണ്ട്. ആദ്യത്തെ 2 ആഴ്ചകളിലോ 3 ആഴ്ചകളിലോ ഒക്കെ തന്നെ ആളുകൾ കാര്യമായിട്ട് ഇടപെടൽ നടത്തും. പിന്നീട് അങ്ങനെ ആരും ശ്രദ്ധിക്കാതാവും. അത് കാരണം തന്നെ രോഗം കൂടും, ആശുപത്രികൾ രോഗികളാൽ നിറയുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം കൃത്യമായിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റ് ആശാ വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരൊക്കെ തന്നെ ചേർന്ന് എല്ലാ വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെയുണ്ട്. പരിശോധന നടത്തി മോശം സാഹചര്യം കണ്ടെത്തുന്ന വീടുകളിലുള്ള ആളുകൾക്ക് ബോധവൽക്കരണവും മറ്റു പരിപാടികളും മാത്രം നൽകുകയല്ല ചെയ്യുന്നത്. നല്ല രീതിയിൽ വീടിൻ്റെ പരിസരങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മൊമെൻറ്റവും നൽകുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടൊരു ആശയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് അതുമാത്രമല്ല, ഒരു സ്ത്രീ മുന്നേറ്റം കൂടി ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ആ വീടിൻ്റെ ഗൃഹനാഥയ്ക്കാണ് അവർ ആ പുരസ്കാരം കൈമാറുന്നത്. കാരണം ഒരു വീടിൻ്റെ വിളക്കാണ് സ്ത്രീ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളത്. അപ്പോൾ ആ വീടിൻ്റെ ഗൃഹനാഥയ്ക്കാണ് ആ പുരസ്കാരം അവിടെ കൈമാറുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ തടിയൻകോവൽ പ്രദേശത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ജലജന്യ രോഗങ്ങളോ പകർച്ചവ്യാധികൾക്കോ ഉള്ള സാധ്യതകളൊക്കെ തന്നെ വളരെ വിരളമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആശയവുമായി മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇത് കേരളത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളൊരു സാധനം കൂടെ കുഞ്ഞികൃഷ്ണൻ മാഷും സംഘവും മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല മാഷ് ചെറിയ സെലിബ്രിറ്റി കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശയം കേരളം മുഴുവൻ പെട്ടെന്ന് വ്യാപിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇത്തരത്തിൽ നമ്മളൊരു വാർത്ത പങ്കുവയ്ക്കുന്ന സമയത്ത് മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്കും മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ തന്നെ ഇത്തരത്തിലൊരു കാര്യം ഒരു ആശയമാക്കി, ഒരു പ്രചരണം ആക്കി, ഒരു ക്യാമ്പയിൻ, കൃത്യമായിട്ടുള്ള ക്യാമ്പയിൻ ആക്കി കൊണ്ടുവന്ന് ഡ്രൈഡേക്ക് പകരം, ഡ്രൈഡേ എന്തായാലും നിലനിർത്തണം, പക്ഷേ ഡ്രൈഡേക്ക് ശാശ്വതമായിട്ടുള്ള ഒരു അങ്ങനെ ക്യാമ്പയിന്റെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും. ഞാനും അത് തന്നെയാണ് സാരംഗ് പറയുമ്പോൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. സാരംഗിന് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.